നമ്മൾ രോഗികൾക്കായിട്ട് പോസ്റ്റൽ കറക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വ്യായാമങ്ങളാണ്. ഈ വ്യായാമങ്ങൾ ഇവിടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നമ്മൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇടത് കാലാണ് നമ്മൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇടത് കാലിൻ്റെ ഉപ്പൂറ്റി മുന്നോട്ട് നീക്കുക. അതിനുശേഷം ഈ വലത് കാലിൻ്റെ മുട്ട് മടക്കിയ ശേഷം ഒരു എക്സ് ആകൃതിയിൽ ഒരു എക്സ് പോലെ ഇരിക്കണം. രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി തറയിലായിട്ടിരിക്കണം. അതിനുശേഷം ഈ കാലിൻ്റെ പാദം, അതായത് നമ്മൾ ഏത് കാലാണ് ചവിട്ടാൻ നിർദ്ദേശിക്കുന്നത് ആ കാലിൻ്റെ പാദം അകത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഈ കാലിൽ ചവിട്ടുമ്പോൾ തെറ്റിപ്പോവാത്ത രീതിയിൽ. അതിനുശേഷം ഈ മുട്ട് സാവധാനം ചവിട്ട് നിവർത്തണം. ഓക്കെ, നമ്മളിങ്ങനെ ചവിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് ഇടത്തെ കാല് മുതൽ ഇടത്തെ ഹിപ്പ് വരെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഒരു 20 പ്രാവശ്യം ചവിട്ടണം. എത്രയാണോ നമ്മൾ നിർദ്ദേശിക്കുന്നത് അത്ര നമ്പറാണ് ചെയ്യേണ്ടത്. അതിനുശേഷം സാവധാനം രോഗി എഴുന്നേറ്റിരിക്കണം. അതിനുശേഷം ഇതേപോലെ ചവിട്ടി വെച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റിരുന്ന ശേഷം ഇരുന്നുകൊണ്ട് ഒരു 3 പ്രാവശ്യം അതുപോലെ തന്നെ ചവിട്ടുക. അങ്ങനെ ചവിട്ടി നിവർത്തി വെച്ച ശേഷം ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ട് മുന്നിലേക്ക് കുനിഞ്ഞു വേണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്വാസം വിട്ടുകൊണ്ടായിരിക്കണം മുന്നോട്ട് കുനിയുന്നത്. നിവരുമ്പോൾ നേരെ, അതായത് നമ്മളെ ഹിപ്പ് 90 ഡിഗ്രി ആയിരിക്കണം. ബാക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നേരെ പോയി ശ്വാസം വിട്ട് മുന്നേക്ക് പരമാവധി കൈ എത്തിച്ച് അതുപോലെ തിരിച്ചു പോകണം. പൊതുവെ 20 പ്രാവശ്യമാണ് നമ്മൾ കൈ എത്തിക്കാൻ പറയുന്നത്. അത് രോഗികളുടെ കണ്ടീഷൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും.